സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡിസിസി പ്രസിഡന്റ് പി.കെ. ഫൈസലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജെയിംസ് പന്തമാക്കൽ രംഗത്ത്. സ്ഥാനാർത്ഥിത്വത്തിനും ഭാരവാഹിത്വത്തിനും പണം വാങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ജെയിംസ് പന്തമാക്കൽ ഉയർത്തുന്നത്. ഡിസിസി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന ഡിസിസി പ്രസിഡന്റ് പി.കെ. ഫൈസൽ. കെ.പി.സി.സി മാനദണ്ഡമനുസരിച്ചാണ് സീറ്റ് നിർണയം പൂർത്തിയാക്കിയത്. ജെയിംസ് പന്തമാക്കൽ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നതെന്നും പി.കെ. ഫൈസൽ കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ചിത്രം തെളിഞ്ഞു. ആകെ സ്ഥാനാർത്ഥികൾ 2786. കർണാടക KSRTC ബസ്സിൽ മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ മോശമായി പെരുമാറിയതായി പരാതി. ചോദ്യം ചെയ്തപ്പോൾ പരിഹസിക്കുകയും നടുറോഡിൽ ഇറക്കിവിടുകയും ചെയ്തുവെന്നും പരാതി. പെൺകുട്ടി മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ലോഹ്യ വിചാരവേദി മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KC ഭാസ്കരൻ 5ാം ചരമവാർഷിക ദിനാചരണം പോസ്റ്റൽ സർവീസ് സഹകരണ ബാങ്ക് ഹാൾ വെച്ച് നടന്നു. പുല്ലൂർ ശ്രീ ഗുളികൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഗുളികൻ ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. തദ്ദേശപ്പോര്. ഡിസിസി പ്രസിഡന്റ് പി.കെ. ഫൈസലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജെയിംസ് പന്തമാക്കൽ രംഗത്ത്. സ്ഥാനാർത്ഥിത്വത്തിനും ഭാരവാഹിത്വത്തിനും പണം വാങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ജെയിംസ് പന്തമാക്കൽ ഉയർത്തുന്നത്. ഡിസിസി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈസ്റ്റളേരി പഞ്ചായത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധിയുണ്ടായിരുന്നു. 7 സീറ്റുകൾ വേണമെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ആവശ്യപ്പെട്ടുവെങ്കിലും 4 സീറ്റുകൾ മാത്രമാണ് നൽകിയത്. ഇതിൽ ഒരാൾക്കാണ് ചിഹ്നം അനുവദിച്ചത്. പിന്നാലെയാണ് ഡിസിസി പ്രസിഡന്റ് പി.കെ. ഫൈസലിനെതിരെ അഴിമതി ആരോപണവുമായി ജെയിംസ് പന്തമാക്കൽ എത്തിയത്. ഡിസിസി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ അറിയിച്ചു. ഡിസിസിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുള്ളത്, പാർട്ടി ഇവിടെ കാസർഗോഡ് ജില്ലയിൽ കാലാകാലങ്ങളായി നിയമസഭാ സീറ്റുകളിൽ വിജയിക്കാത്തതിൻ്റെ കാരണം ജില്ലയിൽ ആർജവമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമുക്കറിയാം, കൊല്ലത്തു നിന്ന് വന്ന പ്രിയപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ 2 പ്രാവശ്യം വിജയിച്ചു. 2ാമത്തെ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. പാർട്ടിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തൃക്കരിപ്പൂരും ഉദുമയും കാഞ്ഞങ്ങാടിലും കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം. കാരണം കാസർഗോഡ് ജില്ലയിൽ ഡിസിസിയെ നയിക്കുന്നത് പി.കെ. ഫൈസലാണ്. പി.കെ. ഫൈസലിലേക്ക് എത്തുമ്പോൾ മുമ്പൊരു വണ്ടിക്കൊക്കെ കേസുണ്ടായിരുന്നു. തൃക്കരിപ്പൂരിൽ KM മാണിയുടെ മരുമകൻ ഒരു പണം ഇടപാട് നടത്തിയിരുന്നു. ചെറിയ പൈസ പുള്ളി തിരിച്ചു കൊടുത്തു. പക്ഷേ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തു. ആ വണ്ടിച്ചക്ക് കേസ് തീർത്തത് ഈസ്റ്റളേരിയിലെ പണം കൊണ്ടാണ്. കാരണം അന്നാണ് ഈ പറയുന്ന വിപ്പ് ലംഘനം നടന്നത്. വിപ്പ് ലംഘിച്ചാൽ എന്ത് ചെയ്യണം? ഡിസിസി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വിപ്പായത്. ഈ വിപ്പിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നോട്ടീസ് വിപ്പ് ലംഘിച്ചവർക്ക് കൊടുക്കണം.
നോട്ടീസ് കൊടുക്കുക മാത്രമല്ല അച്ചടക്ക നടപടി എടുക്കണം. അപ്പോൾ നോട്ടീസ് കൊടുക്കാത്തതിന് കാരണം ഈ 5 ലക്ഷം വാങ്ങിയതുകൊണ്ട് നോട്ടീസ് കൊടുത്തില്ല. ഞങ്ങൾ പാർട്ടിയിൽ നിരന്തരമായി പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തു കഴിഞ്ഞ് 2023 KPCCയുടെ 4 ജനറൽ സെക്രട്ടറിമാർ വന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാക്കി. ഈ തീരുമാനവും കാറ്റിൽ പറത്തി. അതായത് വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ആൾ ഉടൻ രാജിവെക്കണം, ഇദ്ദേഹം 1 വർഷത്തിനുള്ളിൽ രാജിവെക്കണം. ഒന്നും നടന്നില്ല. അപ്പോൾ എല്ലാത്തിനും പണം കൊടുത്താൽ ഇവിടെ നടപടിയൊന്നും ഉണ്ടാകില്ല എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞാൽ ഇത്രയും അച്ചടക്ക ലംഘനം നടത്തിയ ഒരാൾക്ക് കൈപ്പത്തി ചിഹ്നം കൊടുക്കാൻ പാടില്ലല്ലോ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയുന്നു. അവരുടെ കയ്യിൽ ഇദ്ദേഹം ജോസഫ് പുത്തോലി കൊടുത്ത കത്തുണ്ട്. 3 കൊല്ലം കൂടെ നിന്ന് പ്രവർത്തിച്ചോളാം, കോൺഗ്രസുമായി സഹകരിക്കില്ല, നിങ്ങൾ പറഞ്ഞ പോലെ നിന്നോളാമെന്ന് അവരുടെ പാർട്ടി ഓഫീസിൽ പോയി എഴുതി കൊടുത്ത കത്തുണ്ട്. CPM നേതാക്കന്മാർക്ക് തൻ്റെ ഇടമുള്ളവരാണെങ്കിൽ ആ കത്ത് പുറത്തുവിടട്ടെ. ആരോപണങ്ങൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കൃത്യമായ നടപടിയുണ്ടായില്ലെന്നും ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. KPCC മാനദണ്ഡമനുസരിച്ചാണ് സീറ്റ് നിർണയം പൂർത്തിയാക്കിയത്. ജെയിംസ് പന്തമാക്കൽ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നതെന്നും PK ഫൈസൽ കൂട്ടിച്ചേർത്തു. ജെയിംസ് പന്തമാക്കൽ വാർത്താ സമ്മേളനത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഇക്കാര്യം തെളിയിക്കുവാനായി ജെയിംസ് പന്തമാക്കലിനെ വെല്ലുവിളിച്ചത്. പന്തമാക്കലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും KPCCയുടെ മാനദണ്ഡം അനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും PK ഫൈസൽ പറഞ്ഞു. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് മേൽനോട്ടം KPCC നേരിട്ടാണ്. വായക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയാണ് ജെയിംസ് പന്തമാക്കലിൻ്റേത്. ആരോപണങ്ങൾ തെളിയിക്കുവാൻ വെല്ലുവിളിക്കുകയാണ്. വ്യാജ ആരോപണങ്ങൾക്കെതിരെ KPCCക്ക് പരാതി നൽകുമെന്നും PK ഫൈസൽ പറഞ്ഞു. ഇപ്പൊ ഇവൻ പറയുന്ന ആരോപണം DCC പ്രസിഡന്റ് മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. ഇതൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ M ലിജുവും കമ്മിറ്റി അംഗങ്ങളും ഒപ്പിട്ട ലിസ്റ്റാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇതിനൊരു മിനിസുണ്ട്. ഇവൻ വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ട് പോലെ അവൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരുത്തന് എന്തും പറയാലോ. ഇപ്പം ഇവൻ പറയുന്ന ആരോപണം ഞാൻ ജെയിംസ് പന്തമാക്കലിനോട് വെല്ലുവിളിക്കുന്നു, തെളിവ് സഹിതം. ഇപ്പം നിനക്കിപ്പോൾ ജെയിംസ് ഇപ്പം പറയാലോ, ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നു. അദ്ദേഹം ഇത് ആരോടാണ് വാങ്ങിയത്, എന്താണ് വാങ്ങിയത് എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ വന്ന പ്രശ്നം എന്ന് പറയാം, മറ്റൊന്നുമല്ല. നമ്മൾ ഈസ്റ്റ് എളേരി വിഷയവും വളരെ കൃത്യമായി ജെയിംസ് പന്തമാക്കലും പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ അവിടെ ടോട്ടൽ 18 സീറ്റ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, അവിടെ ഒരു പാർട്ടിയുണ്ട്. ജെയിംസ് പന്തമാക്കൽ 10 വർഷക്കാലം പാർട്ടി പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയ സമയത്തും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ കഠിനാധ്വാനം ചെയ്ത പാർട്ടി നേതാക്കളുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. പാർട്ടിയെ നിലനിർത്തിയവരാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കൽ അവിടെ മത്സരിച്ച സമയത്ത് ജെയിംസ് പന്തമാക്കൽ DDF-നെതിരെ ശക്തമായ പോരാട്ടം നടത്തി മെമ്പർമാരുണ്ടായിട്ടുണ്ട്. അവിടെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കൽ CPM-നെയും കൂട്ടി അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സമയത്തും കോൺഗ്രസ് ശക്തമായ രൂപത്തിൽ അവിടെയുള്ള പാർട്ടി നേതൃത്വം, ഇന്നുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. ജെയിംസ് വന്നതിന് ശേഷം ജെയിംസിന് ഒരു അവഗണനയും കൊടുത്തിട്ടാ ജെയിംസിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാക്കി. സ്വാഭാവികമായും ഈ സീറ്റ് ചർച്ചയിലും ജെയിംസ് പറഞ്ഞ ആളുകൾക്ക് 4ഓളം ആളുകൾക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ചിത്രം തെളിഞ്ഞു. ആകെ സ്ഥാനാർത്ഥികൾ 2786. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ 18 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 62 സ്ഥാനാർത്ഥികളാണ്. ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. 13-ന് വോട്ടെണ്ണൽ നടക്കും. കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സര രംഗത്തുള്ളത് 2786 സ്ഥാനാർത്ഥികളാണ്. ഇതിൽ 1432 പേർ വനിതകളാണ്. 1354 സ്ഥാനാർത്ഥികൾ പുരുഷന്മാരാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മഞ്ചേശ്വരം, കാറടുക്ക, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, പരപ്പ ബ്ലോക്ക് പഞ്ചായത്തുകൾ, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം മുനിസിപ്പാലിറ്റികൾ, 38 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായാണ് ഡിസംബർ 11-ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്.
ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് അവസാനിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ 18 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 62 സ്ഥാനാർത്ഥികളാണ്. ആകെ 91 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 29 പേർ പത്രിക പിൻവലിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 16 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 57 സ്ഥാനാർത്ഥികളാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 77 പേരിൽ 20 പേർ പത്രിക പിൻവലിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ 18 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 63 സ്ഥാനാർത്ഥികളാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 86 പേരിൽ 23 പേർ പത്രിക പിൻവലിച്ചു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 44 സ്ഥാനാർത്ഥികളാണ്. ആകെ സമർപ്പിച്ച 61 പത്രികകളിൽ 17 പേർ പത്രിക പിൻവലിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ 15 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 43 സ്ഥാനാർത്ഥികൾ. ആകെ 63 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 20 പേർ പത്രിക പിൻവലിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ 15 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 46 സ്ഥാനാർത്ഥികൾ. ആകെ 88 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 42 പേർ പത്രിക പിൻവലിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 40 സ്ഥാനാർത്ഥികൾ. ആകെ 65 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 25 പേർ പത്രിക പിൻവലിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 47 വാർഡുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 139 സ്ഥാനാർത്ഥികൾ. ആകെ 231 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 92 പേർ പത്രിക പിൻവലിച്ചു. നീലേശ്വരം നഗരസഭയിലെ 34 വാർഡുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 94 സ്ഥാനാർത്ഥികൾ. ആകെ 135 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 41 പേർ പത്രിക പിൻവലിച്ചു. കാസർഗോഡ് നഗരസഭയിലെ 39 വാർഡുകളിലേക്ക് മത്സര രംഗത്തുള്ളത് 107 സ്ഥാനാർത്ഥികളാണ്. ആകെ 162 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 55 പേർ പത്രിക പിൻവലിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭ 2-ാം വാർഡ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. 2-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MA നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ 2-ാം വാർഡ് വല്ലാക്കടപ്പുറം ഈസ്റ്റ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം 2-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MA നാസർ നിർവഹിച്ചു. എല്ലാവരും ഇന്ന് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ഉണ്ടാകുന്ന ആ സമയത്ത് കൃത്യം എല്ലാവരും എത്തിച്ചേരുകയും എല്ലാവരും വീടുകൾ തോറും കയറി ഇറങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ വാർഡ് ജയിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രവർത്തനത്തിൽ പിറകോട്ട് പോകരുത്. എല്ലാ വീടുകളിലും, അതായത് നമ്മുടെ വീടുകളിലേക്കാണ് വീണ്ടും ഈ സ്ഥാനാർത്ഥി കൗൺസിലറായി വന്ന് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ വീടുകളിലെ പെൻഷനായാലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ്. സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം പോലെയല്ല. കൗൺസിലർ ആവേണ്ടതാണ്, വീടുകൾ കയറി ഇറങ്ങേണ്ടതാണ്. ഇപ്പൊ തന്നെ നമ്മൾ വീട് കയറി ഇറങ്ങുന്നത് കുറച്ച് വൈകിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് എനിക്ക് തോന്നുന്നു ഞായറാഴ്ച എല്ലാ സ്ഥാനാർത്ഥികളും വീടുകൾ കയറിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്ഥാനാർത്ഥി വീട് കയറിയിട്ടില്ല. നാളെ മുതൽ എല്ലാവരും നിർബന്ധമായി അതിനുണ്ടാവണം. വാർഡ് പ്രസിഡന്റ് P. കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി KK ബദ്രുദ്ദീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 2-ാം വാർഡ് സ്ഥാനാർത്ഥി CK റഹ്മത്തുള്ള, 1-ാം വാർഡ് സ്ഥാനാർത്ഥി MP ജാഫർ, UDF നിയോജക മണ്ഡലം ലൈസൻസ് കമ്മിറ്റി അംഗം ബഷീർ ആറങ്ങാടി, വാർഡ് ട്രഷറർ ഹസൈനാർ, കൗൺസിലർ KK ജാഫർ, സുഹൈൽ MP, PTS ഇസ്മായിൽ, മുൻ കൗൺസിലർ PK മുഹമ്മദ് കുഞ്ഞി, KK സുബൈർ, AK അബ്ദുള്ള, CH യൂനസ്, MP റാഷിദ്, ഹനീഫ കുവൈറ്റ്, ഇക്ബാൽ കുവൈറ്റ്, KE സലീം, MP മൊയ്തീൻ കുഞ്ഞി ഹാജി, TH ഖാദർ, CK അബ്ദുൽ സലാം, ഫൈസൽ കുവൈറ്റ്, സുപ്രീം മുഹമ്മദ് കുഞ്ഞി, KE നിസാർ, ഇല്യാസ് വടകരമുക്ക്, ഉവൈസ് CP എന്നിവർ സംസാരിച്ചു. വാർഡ് സെക്രട്ടറിയും കമ്മിറ്റി കൺവീനറുമായ CH മൊയ്തീൻ കുഞ്ഞി സ്വാഗതവും കമ്മിറ്റി ട്രഷറർ P. സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ തുടക്കമായി. മൺമറഞ്ഞു പോയ ഫോട്ടോഗ്രാഫർമാരായ വിനോദ് ലെൻസ്മാൻ, ചിദാനന്ദ അരിഭയൽ എന്നിവരുടെ സ്മരണാർത്ഥമുള്ള നഗറിലാണ് 2 ദിവസങ്ങളിലായി സമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ പതാക ഉയർത്തി. തുടർന്ന് ഗ്രേറ്റ് ഫെയറിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ നിർവഹിച്ചു. ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് നിർവഹിച്ചു. മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണിയും, കാർഷിക മേള, ക്ഷേമനിധി ക്യാമ്പ് എന്നിവയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്നും നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന ശക്തി പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പ്രമുഖ തിരക്കഥാകൃത്തും സാഹിത്യകാരനുമായ PV ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ആവേശമില്ലാത്ത ഫോട്ടോഗ്രാഫ് അസോസിയേഷനുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം AKPA സംസ്ഥാന ഫോട്ടോഗ്രാഫ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിധികർത്താക്കളിൽ ഒരാളാണ് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. AKPA ജില്ലാ പ്രസിഡന്റ് TV സുഗുണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മത്സരങ്ങളിലെ വിജയികൾക്കുള്ള അവാർഡ് ദാനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. പുലർക്കാലം എന്ന വിഷയത്തിൽ നടന്ന ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ബേബി പ്രസാദ് പാലക്കുന്ന് 1ാം സ്ഥാനവും, സിബി വെള്ളരിക്കുണ്ട് 2ാം സ്ഥാനവും, ഗോവിന്ദൻ ചങ്കരംകാട് 3ാം സ്ഥാനവും, ദിനേശ് ഇൻസൈറ്റ് പ്രത്യേക ജൂറി പരാമർശവും നേടി. ലഹരി എന്ന വിഷയം പ്രമേയമാക്കി നടന്ന വീഡിയോഗ്രാഫി ഷോർട്ട് ഫിലിം മത്സരത്തിൽ ബാലകൃഷ്ണൻ പാലക്കി 1ാം സ്ഥാനവും, നവീൻ കുമ്പള 2ാം സ്ഥാനവും നേടി. സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട്, ക്ഷേമനിധി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ V അബ്ദുൾ സലാം, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് ആസിഫ് PK, AKPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി, സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ VV വേണു, അനൂപ് ചന്ദേര, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K സുധീർ, ജില്ലാ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഷെരീഫ് ഫ്രെയിം, ജില്ലാ PRO രാജീവൻ സ്നേഹ, ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ രമ്യ രാജീവൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ട്രഷറർ പ്രജിത്ത് NK നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് AI ക്ലാസും കലാപരിപാടികളും അരങ്ങേറി. നവംബർ 26-ന് പ്രതിനിധി സമ്മേളനം നടക്കും. ജില്ലാ പ്രസിഡന്റ് TV സുഗണന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും വിവിധ പ്രവർത്തനങ്ങളുടെ അവതരണവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രമുഖ ലോഹ്യ സോഷ്യലിസ്റ്റും ചിന്തകനും സോഷ്യലിസ്റ്റ് ആശയ പ്രചാരകനും ലോഹ്യ വിചാരവേദി മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന KC ഭാസ്കരൻ 5ാം ചരമവാർഷിക ദിനാചരണം ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. ലോഹ്യ വിചാരവേദിയുടെയും KC ഭാസ്കരൻ അനുസ്മരണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇന്ത്യയുടെയും 3ാം ലോകത്തിന്റെയും വിമോചനത്തിനുള്ള മൗലികമായ വഴി തുറന്നിരുന്നുവെന്നും കോർപ്പറേറ്റ് വർഗീയവൽക്കരണത്തിന്റെ കാലത്ത് അതിനെ പ്രതിരോധിക്കുവാൻ ഡോക്ടർ ലോഹ്യ മുന്നോട്ടുവെച്ച സപ്തവിപ്ലവങ്ങളുടെ ദർശനവും സമര പാരമ്പര്യവും സോഷ്യലിസ്റ്റുകൾ വീണ്ടെടുക്കണമെന്നും ഡൽഹി സർവകലാശാല മുൻ അധ്യാപകനും സോഷ്യലിസ്റ്റ് ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ പ്രേം സിംഗ് അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്ന സോഷ്യലിസ്റ്റ് ചിന്തകനും ലോഹ്യ വിചാരവേദി സ്ഥാപക നേതാവുമായിരുന്ന KC ഭാസ്കരന്റെ 5ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KC ഭാസ്കരൻ അനുസ്മരണ സമിതിയുടെയും ലോഹ്യ വിചാരവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. That I am here to deliver the Comrade KC Bhaskaran Memorial Lecture. I thank the organizers for giving me this unique opportunity. I pay my humble tribute to the late Shri KC Bhaskaran, in whose memory this lecture is organized.
സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് പ്രസക്തി ഉണ്ടെന്നും മലബാറിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് ദാർശനിക അടിത്തറ നൽകിയ വ്യക്തിയാണ് KC ഭാസ്കരൻ എന്നും റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് M ശശിധരൻ നമ്പ്യാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. ഭാസ്കരന്റെ പരിപാടിയിലാണ് അവസാനമായി അന്ന് കാഞ്ഞങ്ങാട് 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അഭിഭാഷകനായി കാസർഗോഡ് പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് അന്ന് മുതൽ 82 ഞാൻ ജുഡീഷ്യറിയിൽ ചേരുന്നവരെ ഭാസ്കരന്റെ കൂടെ എന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസങ്ങൾ. എൻ്റെ അച്ഛനെയും ഭാര്യയെയും പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു മഹത് വ്യക്തിയാണ് ഭാസ്കരൻ. ഒരു കുടുംബാംഗം പോലെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ കഴിഞ്ഞിരുന്നത്. അഭിഭാഷകവൃത്തിയിൽ ഒതുങ്ങിക്കൂടെ തുടങ്ങിയിരുന്ന എന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ഒരർത്ഥത്തിൽ വലിച്ചിഴച്ചത് ഭാസ്കരനായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്തുപോകുന്നു. ചടങ്ങിൽ ലോഹ്യ വിചാരവേദി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അടുത്തിടെ നിര്യാതരായ പ്രമുഖ സോഷ്യലിസ്റ്റ് ഡോക്ടർ GG പരീഖ്, സച്ചിദാനന്ദ സിൻഹ എന്നിവർക്ക് യോഗം ആദരാഞ്ജലികൾ അർപ്പിച്ചു. യോഗത്തിൽ മുതിർന്ന സോഷ്യലിസ്റ്റുകളായ M കുഞ്ഞമ്പാടി, TV കൃഷ്ണൻ, KV കൃഷ്ണൻ, PG കുഞ്ഞിമംഗലം, K ലക്ഷ്മി ടീച്ചർ, TV അമ്പു എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. യോഗത്തിൽ EK ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് P റെജിനാർക്ക്, കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത്, മുഹമ്മദ് അസ്ലം, K രാജീവ് കുമാർ, വിജയരാഘവൻ ചേലിയ, PP രവീന്ദ്രൻ മാസ്റ്റർ, VV ശ്രീധരൻ, UK ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാഴ്ന്നൂരടി സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന വാഴ്ന്നൂരടി ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനവും കായിക താരങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശനവും വിതരണം നടന്നു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ SM ശ്രീപതി ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളിൽ പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും ചിട്ടയായ പരിശീലനത്തിലൂടെ മികച്ച താരങ്ങളാക്കി മാറ്റുന്നതിനുമായി ഉപ്പിലിക്കൈ സ്കൂളിലെ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന 80ഓളം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി സേവന മേഖലയിലും കായിക മേഖലയിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന വാഴ്ന്നൂരടി സ്പോർട്സ് ക്ലബ്ബ് നടത്തുന്ന വാഴ്ന്നൂരടി ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനവും കായിക താരങ്ങൾക്കുള്ള ജേഴ്സി പ്രകാശനവും വിതരണം ചെയ്തു. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ SM ശ്രീപതി ഉദ്ഘാടനം ചെയ്തു. അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇത്തരം ഒരു അക്കാദമി ആരംഭിക്കുക എന്നുള്ളത്. എന്റെ അറിവിൽ ഇപ്പോൾ ഒരു 10-70ഓളം കുട്ടികൾ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ, പെൺകുട്ടികളടക്കമുള്ള കുട്ടികൾ ഈ ക്ലബിൽ ഓൾറെഡി ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു, ഈ അക്കാദമിയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അനൗദ്യോഗികമായിട്ടുള്ള കോച്ചിങ് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത്, ഇത് വലിയ സംഭവമായി മാറേണ്ട ഒരു ചടങ്ങിന് വളരെ ചെറിയ രീതിയിൽ, എനിക്ക് തോന്നുന്ന ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ വലിയൊരു വ്യക്തിത്വം ഈ ചടങ്ങിൽ വളരെ മോശക്കാരായിട്ടല്ല, എങ്കിലും കുറെ കൂടി ജനശ്രദ്ധ നേടുന്ന വലിയ പടപ്പന്മാരും ആൾക്കാർ വന്നിരുന്നെങ്കിൽ ഇതിന് വലിയ പ്രാധാന്യം ശരിക്കുമായിരുന്നു. ഇതാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമൂഹത്തില് യുവതലമുറ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് സമൂഹത്തിൽ വീട്ടിലൊക്കെ അകന്നകന്ന് സമൂഹത്തിന് ബാധ്യതയായിട്ടുള്ള ഒരു കാലഘട്ടത്തില് ക്ലബ് രക്ഷാധികാരി പ്രഭാകരൻ വാഴ്ന്നൂരടി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ M ഗിരീഷ്, PTA പ്രസിഡന്റ് M സുരേഷൻ, SMC ചെയർമാൻ EV വിജയൻ, അധ്യാപകരായ T ഷംസുദ്ദീൻ, M സുന്ദരൻ, M മനോജ്, ക്ലബ് അംഗം MV പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ക്ലബ് പ്രസിഡന്റ് V മോഹനൻ സ്വാഗതവും കൺവീനർ അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. FSCTU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. FSCTU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിദാരിദ്ര്യമുക്തം കേരളം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ
ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ മോഡറേറ്ററായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം AM ബാലകൃഷ്ണൻ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K വിജയകുമാർ, FSCTO ജില്ലാ സെക്രട്ടറി K ഹരിദാസ്, ജില്ലാ പ്രസിഡന്റ് K ഭാനുപ്രകാശ്, K രാഘവൻ, T ദാമോദരൻ, PV പവിത്രൻ, രാജീവൻ ഉദിനൂർ എന്നിവർ സംസാരിച്ചു. NGO കലാവേദി അവതരിപ്പിച്ച നാടകം ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ലവ് ബേർഡ്സിനായി കൂടൊരുങ്ങി. കാഞ്ഞങ്ങാട് പെറ്റ്സ് പാരഡൈസ് ഉടമ ചന്ദ്രനാണ് പക്ഷികളെ കൈമാറിയത്. കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ലവ് ബേർഡ്സിന് കൂടൊരുങ്ങി. കാഞ്ഞങ്ങാട് പെറ്റ്സ് പാരഡൈസ് ഉടമ ചന്ദ്രനാണ് പക്ഷികളെ സ്പോൺസർ ചെയ്തത്. നഴ്സിംഗ് സൂപ്രണ്ട് മിനി വിൻസെന്റിന് പക്ഷികളെ കൈമാറി. ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിപിൻ നായർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അപ്പോൾ നമ്മളെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് കുട്ടികൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ സ്ഥാപനത്തിലെ ജീവനക്കാർ വളരെയധികം അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു നമ്മുടെ പെറ്റ്സ് പാരഡൈസ്, കാഞ്ഞങ്ങാട് പെറ്റ്സ് പാരഡൈസ് സ്ഥാപനത്തിലെ ശ്രീ ചന്ദ്രേട്ടൻ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സിനെയും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാഫ് കൗൺസിലിൻ്റെ പേരിലും WNC ആശുപത്രിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇവിടെ കൂടി നിൽക്കുന്ന പലരും അതിൽ വളരെയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പേരിലും എല്ലാവിധ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. DCC പ്രസിഡന്റ് PK ഫൈസലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജെയിംസ് പന്തമാക്കൽ രംഗത്ത്. സ്ഥാനാർത്ഥിത്വത്തിനും ഭാരവാഹിത്വത്തിനും പണം വാങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ജെയിംസ് പന്തമാക്കൽ ഉയർത്തുന്നത്. DCC വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന DCC പ്രസിഡന്റ് PK ഫൈസൽ. KPCC മാനദണ്ഡമനുസരിച്ചാണ് സീറ്റ് നിർണയം പൂർത്തിയാക്കിയത്. ജെയിംസ് പന്തമാക്കൽ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നതെന്നും PK ഫൈസൽ കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ചിത്രം തെളിഞ്ഞു. ആകെ സ്ഥാനാർത്ഥികൾ 2786. കർണാടക KSRTC ബസ്സിൽ മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ മോശമായി പെരുമാറിയതായി പരാതി. ചോദ്യം ചെയ്തപ്പോൾ പരിഹസിക്കുകയും നടുറോഡിൽ ഇറക്കിവിടുകയും ചെയ്തുവെന്നും പരാതി. പെൺകുട്ടി മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 41ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ലോഹ്യ വിചാരവേദി മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന KC ഭാസ്കരൻ 5ാം ചരമവാർഷിക ദിനാചരണം പോസ്റ്റൽ സർവീസ് സഹകരണ ബാങ്ക് ഹാൾ വെച്ച് നടന്നു. പുല്ലൂർ ശ്രീ ഗുളികൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഗുളികൻ ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.